ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് ആത്മനിർഭർ ഭാരത്. ആ വാക്ക് ശ്രദ്ധിച്ചോണം. ATMANIR BHAR ആത്മനിർഭർ ഭാരത് BHARAT. ആത്മനിർഭർ ഭാരത്, സ്വയം പര്യാപ്ത ഇന്ത്യ എന്നാണ് അതിൻ്റെ അർത്ഥം. മുഴുവൻ പേര് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്നൂടെ വേണേൽ പറയാം. അപ്പോൾ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ഇന്ത്യ, ഒന്നിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ, വിദേശ രാജ്യത്തെ ഒന്നും ആശ്രയിക്കാതെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ കംപ്ലീറ്റ് യൂസ് ചെയ്യുക. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസും ഇൻഡിപെൻഡൻ്റായിട്ട് മാറുക. ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ഏർപ്പെടുത്തിയ പ്രോഗ്രാമാണ് ആത്മനിർഭർ ഭാരത്. ഇത് UG ക്ലാസ്സിലേക്ക്, അതായത് BAക്ക്, അതുപോലെ PG പോസ്റ്റ് ഗ്രാജുവേഷന്, പിന്നെ PSC ഇതിനെല്ലാം ചോദിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ MA എക്കണോമിക്സിൽ ഇന്ത്യൻ എക്കോണമിയുടെ ഒരു പോർഷനും കൂടാണ് ഈ പറയുന്ന ആത്മനിർഭർ ഭാരത്, സെൽഫ് റിലയൻറ്റ് ഇന്ത്യ. അതായത് ഒന്നിനും മറ്റുള്ളവരെ ആശ്രയിക്കുകയേ വേണ്ട, സ്വയം പര്യാപ്തരാകുക. അതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സെൽഫ് റിലയൻറ്റ് ഇന്ത്യ എന്ന്. ഓൾ സിറ്റിസൺസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇത് പഴയ കാലത്ത് ഗാന്ധിജിയുടെ കാലത്ത് ഒരു സ്വദേശി മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അവതരിപ്പിക്കുന്ന PM മോഡി, പ്രൈം മിനിസ്റ്റർ മോഡി 12 മെയ് 2020, അതായത് 2020 മെയ് മാസം 12-ാം തീയതി നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കൊണ്ടുവന്ന വലിയൊരു ക്യാമ്പയിൻ, എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ, അതാണ് ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വലിയൊരു വിഷൻ. അപ്പോൾ മോഡിയുടെയും ആ ഗ്രൂപ്പിൻ്റെ മനസ്സിലുണ്ടായ ഒരു വിഷനാണ് ഈ പറയുന്ന ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത്. ഓർത്തിരുന്നോണം. എന്ന് പറഞ്ഞാൽ സെൽഫ് റിലയൻ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് സഫിഷ്യൻറ്റ് വിത്ത് ന്യൂ സ്കിൽസ്. പഴയതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഏറ്റവും പുതിയ സ്കിൽസ് വൈദഗ്ധ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയെ മാറ്റിയെടുക്കുക. അതുപോലെ ഡൊമസ്റ്റിക് കേപ്പബിലിറ്റി, നമ്മുടെ രാജ്യത്തിനകത്തുള്ള കേപ്പബിലിറ്റീസിനെ എല്ലാം ഒന്ന് ചേർത്തിട്ട് ഇന്ത്യയെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറ്റുക. ഒരു വലിയ ഉൽപ്പാദന കേന്ദ്രമായിട്ടല്ലേ, നിർമ്മാണ കേന്ദ്രമായിട്ട് ഇന്ത്യയെ മാറ്റുക, വലിയൊരു ഹബ്ബായിട്ട്. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഇന്ത്യയെ ഒരു വലിയ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബ് എന്ന് പറയും. അതിനുവേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പോർട്ട്സ് റെഡ്യൂസ് ചെയ്യും. വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയൊക്കെ കുറച്ചിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാർക്ക് ജോലിയായി, നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ തന്നെ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നു, ബാലൻസ് വരുന്നത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ് ഇതെന്ന് പറയുന്നത്. ഓർത്തിരുന്നോണം. പിന്നെ ഇതിന് ചില കീ പില്ലേഴ്സ് ഉണ്ട്. എക്കോണമി, ഇൻഫ്രാസ്ട്രക്ചർ, സിസ്റ്റംസ്, വൈബ്രൻ്റ് ഡെമോഗ്രാഫി ആൻഡ് ഡിമാൻഡ്. എക്കോണമി എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത്, ആഡിക്വേറ്റ് ഫൈനാൻസുകളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തുകൊണ്ട് ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുകയാണ്, അതാണ് എക്കോണമി. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, നമുക്കറിയാം ഫിസിക്കലുണ്ട്, ഡിജിറ്റലുണ്ട്, അതായത് എല്ലാ തരത്തിലും ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഉൾപ്പെടെയുള്ളത്. പിന്നെ ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ ഡിജിറ്റൽ സർവീസുകൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി, എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസിലും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള നമ്മുടെ എഫിഷ്യൻസിയെ കുറേ കൂടെ ഭംഗിയായിട്ട് പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വൈബ്രൻ്റ് ഡെമോക്രസിയാണ്. വൈബ്രൻ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ വളരെ ഊർജ്ജസ്വലമായ ഒരു പോപ്പുലേഷനാണ് നമുക്കുള്ളത്. അവരെ ഏറ്റവും നന്നായിട്ട് തന്നെ എൻകറേജ് ചെയ്യുക, അവരുടെ സ്കിൽസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിനെ അംഗീകരിക്കുക. നമ്മുടെ വൈഡ് പോപ്പുലേഷൻ എന്ന് പറയുമ്പം ലോകത്തിലെ ഏറ്റവും വലുതാണ്, 144 കോടിയിലേറെ പോപ്പുലേഷനാണ് നമുക്ക് ഇന്ത്യക്കുള്ളത്. അപ്പോൾ അവരുടെ സ്കിൽസ്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുക. അങ്ങനെ അവരെ ഏറ്റവും നന്നായിട്ട് എൻകറേജ് ചെയ്യുക, അല്ലെ എംപവർ ചെയ്യുക. പിന്നെ ഡിമാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ട കൺസംഷൻ കമോഡിറ്റി എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം നമുക്ക് ആ ഡൊമസ്റ്റിക് കൺസംഷനെ കൂടുതൽ എൻകറേജ് ചെയ്യും. അപ്പോൾ ആ ഡിമാൻഡ് സെക്ടർ, അല്ലെങ്കിൽ ഡിമാൻഡ് വളരെയധികമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അടുത്തായിട്ടൊരു പോയിൻ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സാണ്. ഇതിന് ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞൊക്കെ തന്നെയാണ്. ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റുക, ഇന്നവേഷൻസ് കൊണ്ടുവരിക, പുതിയ എൻ്റർപ്രനേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ട് പുതിയ ഇന്നവേഷൻ
ഇന്നോവേഷൻസ്, പുതിയ ഇൻവെൻഷൻസ് ഏർപ്പെടുത്തുക. പിന്നെ എൻ്റർപ്രണർഷിപ്പ്, അതുപോലെ സപ്ലൈ ചെയിൻ ഫോർ ലോക്കൽ ടു ഗ്ലോബൽ മാർക്കറ്റ്. നമ്മുടെ രാജ്യത്തെ പ്രൊഡക്ഷനും ഗ്ലോബൽ മാർക്കറ്റിലെ പ്രൊഡക്ഷനുമായിട്ട് അതിൻ്റെ ഒരു സപ്ലൈ ചെയിൻ കൊണ്ടുവരിക. പിന്നെ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഓൾമോസ്റ്റ് ഓൾ ഫീൽഡിലും ഒരേ കാലയളവിൽ തന്നെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം കൊണ്ടുവരിക, ഗ്രോത്ത് റേറ്റ് വർദ്ധിപ്പിക്കുക, ഇൻക്ലൂസീവ് ഗ്രോത്ത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് കുറേ സ്ലോഗാൻസ് ഉണ്ട്, ചില മുദ്രാവാക്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വോക്കൽ ഫോർ ലോക്കൽ, ലോക്കൽ ഫോർ ഗ്ലോബൽ, അതുപോലെ തന്നെ ബ്രെയിൻ ഗെയിൻ, അതുപോലെ മേക്ക് ഫോർ ദ വേൾഡ്. ഇങ്ങനെ പല മുദ്രാവാക്യങ്ങൾ ഇതിനുണ്ട്. വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പ്രൊഡക്ഷൻ കമോഡിറ്റികൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതിനുവേണ്ടി നമ്മൾ പ്രചരിപ്പിക്കുക. നമ്മുടെ ലോക്കൽ കമോഡിറ്റികൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് കമോഡിറ്റി തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനും അത് നന്നായിട്ട് ഉപയോഗിക്കാനും അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നമ്മൾ തന്നെ സംസാരിക്കുക. നമ്മുടെ ഡൊമസ്റ്റിക് കമോഡിറ്റിയെ, നമ്മുടെ കൺസംഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ തന്നെ സംസാരിക്കുക. അതാണ് വോക്കൽ ഫോർ ലോക്കൽ. പിന്നെ ലോക്കൽ ഫോർ ഗ്ലോബൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ബാലൻസ് വരുന്നതിനെയൊക്കെ തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ എത്തിക്കണം. പിന്നെ മേക്ക് ഫോർ ദ വേൾഡ്, അതായത് മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വേറെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. മേക്ക് ഫോർ ദ വേൾഡ്, നമ്മുടെ രാജ്യത്ത് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക, വേൾഡിനത് കൊടുക്കുക. പിന്നെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതായത് മസ്തിഷ്ക ശോഷണം. നമ്മുടെ ആൾക്കാർ വിദ്യാഭ്യാസവും ബോധവും വിവരമുള്ളവരൊക്കെ പണ്ട് കാലത്ത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലെ യൂറോപ്യൻ രാജ്യത്തേക്കും പോവുക, എന്നിട്ട് അവിടെ ജോലി ചെയ്യുക, ഇഷ്ടംപോലെ സമ്പാദിക്കുക. അവർക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ, നമുക്കില്ല. കാരണം അവരുടെ ബ്രെയിനിനെ ആ രാജ്യക്കാർ യൂസ് ചെയ്യും. അപ്പോൾ അവരെ ശോഷിച്ചെടുത്തോണ്ട് അവരുടെ ബ്രെയിനിനെ, അതാണ് ബ്രെയിൻ ഡ്രെയിൻ. അത് മാറുക. ബ്രെയിൻ ഗെയിൻ, നമ്മുടെ മസ്തിഷ്കം കൊണ്ടല്ലേ നമ്മുടെ ബ്രെയിൻ നമ്മുടെ രാജ്യത്ത് തന്നെ ഉപയോഗപ്പെടുത്തുക. അതാണ് ബ്രെയിൻ ഗെയിൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, അല്ലെ സ്ലോഗൻ എന്ന് പറയുന്നത്. അങ്ങനെ ചുരുക്കത്തിൽ ഒരു എക്കണോമിക് പവർ ഹൗസാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ട, ചില ഷോക്കുകളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുകൂടാണ് ഈ പ്രോഗ്രാം കൊണ്ടുവന്നത്. നമുക്കറിയാം COVID-19, NBFC, അതായത് നോൺ ബാങ്ക് ഫൈനാൻഷ്യൽ കമ്പനികൾ, റിയൽ എസ്റ്റേറ്റ്, സർപ്ലസ് ക്യാഷ് വിത്ത് ബാങ്ക്സ്, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഷോക്കുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ആ ഷോക്കിനെ മറികടക്കാനൂടാണ് PM മോഡി ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ COVID-19 വന്നപ്പോഴത്തെ നമുക്കറിയാം നമ്മുടെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളും തകർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ സമയത്ത് NBFCയും തകർന്നുപോയി. അതായത് നോൺ ബാങ്ക് ഫൈനാൻഷ്യൽ കമ്പനികളൊക്കെ തന്നെ തകർന്നുപോയി. കാശില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. പിന്നെ റിയൽ എസ്റ്റേറ്റ്, ഏറ്റവും വലിയ തകർച്ചയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമായിരുന്നു, അതും തകർന്നുപോയി. പിന്നെ അതുപോലെ തന്നെ സർപ്ലസ് ക്യാഷ് വിത്ത് ബാങ്ക്സ്, എല്ലാ ബാങ്കുകളുടെയും കുറേ അധികം പണം അവരുടെ കയ്യിലുണ്ട്, ബാങ്കിൻ്റെ കയ്യിൽ സർപ്ലസ് ക്യാഷ് ഉണ്ട്. പക്ഷേ ആ എക്കോണമി മോശമായതുകൊണ്ട് അവർ വായ്പ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, തയ്യാറാകുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടായപ്പോഴാണ് ഈ പറയുന്ന സംഭവം കൊണ്ടുവന്നത്. ലോൺ സർവീസ് ഒന്നുമില്ല, ജനങ്ങളുടെ പൈസയില്ല. അപ്പം ജനങ്ങളുടെ പൈസ എത്തിക്കണം, നമ്മുടെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റുകൾ എൻകറേജ് ചെയ്യണം. അതിനുവേണ്ടി പ്രൈം മിനിസ്റ്റർ മോഡി കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന ആത്മനിർഭർ ഭാരത്. അപ്പോൾ ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ നിങ്ങൾ ഇഷ്ടം പോലെ കൊടുത്തോളൂ എന്ന് ബാങ്കുകളോടും NBFCയോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് അവരുടെ കയ്യിലുള്ള എക്സസ് എമൗണ്ട്, അല്ലെ സർപ്ലസ് എമൗണ്ട് ഇഷ്ടം പോലെ കൊടുക്കാൻ പറ്റി. അവർ കൊടുക്കുകയും ചെയ്തു. അവർ കൊടുത്തത് തന്നെ 4 പാർട്ടുകളായിട്ടാണ്. അതുകൊണ്ട് വേണ്ട 4 പാർട്ട്: MSME, ഫുഡ് ക്രോപ്സ്, ക്രെഡിറ്റ് ഫെസിലിറ്റി, കൊമേഴ്സ് ആൻഡ് ഡിഫൻസ്. ഇങ്ങനെ 3-4 മേഖലകൾക്കാണ് ഗവൺമെൻറ് ഗ്യാരണ്ടിയിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊടുത്തത്. MSME അറിയാമല്ലോ, പഠിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്, അല്ലെ എൻ്റർപ്രൈസസ് ആണ്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസസ്. അതുപോലെ റിയൽ എസ്റ്റേറ്റുകൾ, NBFC, ഇതിനൊക്കെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഗവൺമെൻറ് ഗ്യാരണ്ടിയിലൂടെ ഈ പ്രോഗ്രാമിന് പറ്റി. പിന്നെ ഫുഡ് ക്രോപ്സ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഫുഡ് ക്രോപ്സ്, മറ്റ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, റേഷനിങ് സമ്പ്രദായങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിലൂടെ വന്നു. പിന്നെ കൊമേഴ്സ് രംഗത്ത്, അതായത് അഗ്രികൾച്ചർ കൊമേഴ്ഷ്യലൈസ് ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രികൾച്ചറിലെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൊണ്ടുവന്നിട്ട് അഗ്രികൾച്ചറെ കൊമേഴ്ഷ്യലൈസ് ചെയ്തു. അതുപോലെ ഡിഫൻസ് എന്ന് പറയുമ്പോൾ ഡിഫൻസ് ഉണ്ട്, സിവിൽ ഏവിയേഷൻ, വ്യോമയാനം, ആറ്റമിക് എനർജി, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തിൽ 3-4 ഭാഗമായിട്ട് ഇതിനെ മാറ്റി.
ഇനിയുമാണ് ഇതിൻ്റെ പ്രോഗ്രാമുകൾ. പല പ്രോഗ്രാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അതിൻ്റെ അകത്തിൽ. അതായത് റെയിൽവേസ് ഡെവലപ്മെൻറ്റ്, മെഡിക്കൽ ഡിവൈസസിൻ്റെ ഡെവലപ്മെൻറ്റ്, റിന്യൂവബിൾ എനർജി, അതുപോലെ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ക്യാപിറ്റൽ ഗുഡ്സ്, മീഡിയയെ എൻകറേജ് ചെയ്യുക, IT ഇൻഫർമേഷൻ ടെക്നോളജി, ക്യാപിറ്റൽ ഗുഡ്സ്, അതുപോലെ ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ BPM എന്നതിനെ അറിയപ്പെടും. പിന്നെ സെൽഫ് റിലയൻ്റ് ട്രൈബൽ ഫാർമേഴ്സിന് വേണ്ടി അവരെയും സെൽഫ് റിലയൻ്റ് ആക്കുക. അതുപോലെ നാച്ചുറൽ ഫാമിംഗ്, അതായത് നാച്ചുറൽ ഫാമിംഗ് ടെക്നിക്കുകൾ യൂസ് ചെയ്യുക. പിന്നെ പെൻഷൻ ലൈഫ് സ്കീം, PLI എന്ന് പറയും, പെൻഷൻ ലൈഫ് ഇൻഷുറൻസ്, പെൻഷൻ ലൈഫ് ഇൻഷുറൻസ്, അതാണ് PLI എന്ന് പറയും. പിന്നെ അതുപോലെ എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം, എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം ECLGS, അതായത് എല്ലാ മേഖലയ്ക്കും ഏറ്റവും നന്നായ തരത്തിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഏർപ്പെടുത്തുക. അത് പ്രത്യേകിച്ചും നോൺ ബാങ്ക് ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിന്, അതുപോലെ മറ്റ് ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കൊക്കെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ബിസിനസ്മെൻ, അത് ഇന്ത്യയിലെ ബിസിനസ്മെന്നും അതുപോലെ തന്നെ ഫോറിൻ ബിസിനസ്മെന്നും ഉണ്ട്. ഇവിടെ വരുന്നവർക്കെല്ലാം സബ്സിഡി, അവരുടെ പ്രൊഡക്ഷൻ കാര്യങ്ങളിലും എല്ലാം തന്നെ സബ്സിഡി ഏർപ്പെടുത്തി കൊടുക്കുക. കഴിവതും ചൈനയുടെ കമോഡിറ്റീസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ഇപ്പോൾ പിന്നെ അമേരിക്കയായിട്ടൊരു പ്രശ്നം ഉണ്ടായപ്പോൾ വീണ്ടും ചൈനയുമായിട്ട് നമ്മൾ അടുത്തു, അത് വേറെ കാര്യം. അത് ഓരോ ദിവസവും ഇൻ്റർനാഷണൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു വരും. അപ്പോൾ ഇത് ഈ 2020 ഉദ്ദേശിക്കുന്ന ഇതാണ്, ബോയ്ക്കോട്ട് ചെയ്യുക, ചൈനയുടെ ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ് ബോയ്ക്കോട്ട് ചെയ്യുക. അന്നങ്ങാണ്ട് 20% മാത്രമേ ഇറക്കുമതി ചെയ്യത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ സാധനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ മെനി സെക്ടേഴ്സ്, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പല സെക്ടറിലും കൊടുക്കുക. പിന്നെ FDI യൂസ് ചെയ്യുക, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാവുന്നിടത്തുനിന്നെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മുടെ മേഖലകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഒരു NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ പഴയ ആ രീതിയെല്ലാം മാറിയിട്ട്, അല്ലെങ്കിൽ ട്രഡീഷണലായിട്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതിയെല്ലാം മാറിയിട്ട് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള, വേൾഡിൽ ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ 2020 നമ്മൾ ഏർപ്പെടുത്തുന്നു. അപ്പോൾ പിന്നെയുണ്ട് ജൻധൻ അക്കൗണ്ട്, ജൻധൻ എല്ലാവർക്കും അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ജൻധൻ അക്കൗണ്ട്, ആയുഷ്മാൻ ഭാരത് യോജന, പിന്നെ മൈക്രോ ഇൻഷുറൻസ് സ്കീം, ഇങ്ങനെ ധാരാളം പദ്ധതികളാണ് ഇതിലൂടെ ഏർപ്പെടുത്തിയത്. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മുടെ ഇന്ത്യയെ സെൽഫ് റിലയൻ്റ് ആക്കുകയും ഒപ്പം തന്നെ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബാക്കിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാ ഇന്ത്യക്കാരെയും ക്ഷണിക്കുകയാണ്. ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്നു എന്ന് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യം നമുക്ക് എന്ന രീതിയിലേക്ക് ഒരു മുദ്രാവാക്യത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ആത്മനിർഭർ ഭാരത്. ഓക്കെ.